CPM നേതാവ് PK ശ്രീമതിയോട് കഴിഞ്ഞ ദിവസമാണ് BJP നേതാവായ B ഗോപാലകൃഷ്ണൻ ക്ഷമ പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നാലെ സൈബർ ഇടങ്ങളിലൊക്കെ BJP നേതാവ് B ഗോപാലകൃഷ്ണനെതിരെ വലിയ തരത്തിലുള്ള ഈ അധിക്ഷേപങ്ങളും സൈബർ ആക്രമണങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. ഇപ്പോൾ മുൻ നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് B ഗോപാലകൃഷ്ണൻ. തൻ്റെ ഖേദപ്രകടനം ഔദാര്യമെന്നാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോഴാണ് ഖേദപ്രകടനത്തിന് താൻ തയ്യാറായതെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് രാഷ്ട്രീയത്തെക്കാൾ വിലയുള്ളത് കൊണ്ടായിരുന്നു ഖേദപ്രകടനമെന്നും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പുതിയ നിലപാട് മാറ്റം എന്നുള്ള വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമ്മളോടൊപ്പമുണ്ട്. ലെവിൻ, ഇന്നലെ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഇന്നലെയാണ് കോടതിയിൽ ഇരുവരും തമ്മിൽ കേസ് ഒത്തുതീർപ്പായത്. അപമര്യാദയായി പെരുമാറി ചാനസഭയിൽ മോശം പരാമർശം നടത്തി എന്നാരോപിച്ചായിരുന്നു ശ്രീമതി ടീച്ചർ അത് കോടതിയിൽ കേസുമായി പോയത്. ആദ്യം കണ്ണൂർ കോടതിയിലാണ് കേസ് കൊടുത്തത്. തുടർന്ന് ഹൈക്കോടതിയിൽ വെച്ച് ഈ കേസ് ഒത്തുതീർപ്പാവുകയായിരുന്നു. ഇന്നലെയാണ് ഒത്തുതീർപ്പ് നടന്നത്. ഈ സംഭവത്തിൽ ഖേദപ്രകടനം നടത്തുന്നതായി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗോപാലകൃഷ്ണനെതിരെ സൈബർ ആക്രമണവും CPM കേന്ദ്രങ്ങളിൽ നിന്ന് രൂക്ഷമായി. ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. PK ശ്രീമതിയോട് പറഞ്ഞ ഖേദപ്രകടനം തന്റെ ഔദാര്യം മാത്രമാണെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഖേദപ്രകടനം കേരള രാഷ്ട്രീയത്തിന് ഒരു മാതൃകയാക്കട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീമതി ടീച്ചർ കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഖേദപ്രകടനം നടത്താൻ തയ്യാറായതെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. മാത്രമല്ല, ഖേദപ്രകടനം ഇന്നലെ പരസ്യമായി നടത്തിയത് അതിന് പിന്നിലുള്ള സാഹചര്യങ്ങളെ കുറിച്ചോ ഈ വിമർശനം ഉന്നയിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കടന്നലുകൾക്കോ അതല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾക്കോ അറിയില്ല. താൻ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊന്നും താൻ സ്വീകരിച്ചിട്ടില്ല, താൻ കേസ് നടത്തിയിട്ടില്ല, അതോടൊപ്പം തന്നെ ഈ കേസിലെ കക്ഷിയുമല്ല. അത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നു, അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്താണെന്ന് അറിയാത്തവർക്കെതിരെയാണ് ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തിയത്. അതൊരു സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ശരി. ഗോപാലകൃഷ്ണന്റെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദീകരണങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.